ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് ഫ്രണ്ടിൽ പോയിരിക്കുമായിരുന്നേ, ചെയറിൽ പോയിരുന്നായിരുന്നു. അപ്പോൾ കുഞ്ഞുക്കിളിയൊക്കെ വന്നിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൽ തന്നെ അവൾ കയറി ഇരിക്കുന്നുണ്ട്. അവളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് തീറ്റയൊക്കെ അന്വേഷിച്ച് കൊണ്ടുവന്നതാട്ടോ. അപ്പോൾ അവളെ കുറേ നേരം നോക്കിയിരുന്നു. അവൾ പറന്നു പോയി കഴിഞ്ഞപ്പം ഞാൻ അത് അടുക്കളയ്ക്ക് വന്നിട്ടുണ്ടേ. നല്ല തണുപ്പൊക്കെ അല്ലേ, അപ്പോൾ വേഗം ഒരു ചായയൊക്കെ വെച്ച് കുടിക്കാമെന്ന് കരുതി. അവരൊന്നും എണീച്ചിട്ടില്ല കേട്ടോ. അവരൊക്കെ എണീക്കാൻ ലേറ്റ് ആവുകയെ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചട്നിയാണ് കേട്ടോ. ചമ്മന്തി അരയ്ക്കാമെന്നായിരുന്നു ഞാൻ പ്ലാൻ ചെയ്ത്. പിന്നെ കുറേ സമയം എടുക്കില്ലേ, ചട്നി ആകുമ്പം സിമ്പിളാണ്. കാരണം പൊതിക്കുക, അങ്ങോട്ട് ചിരകുക, അങ്ങോട്ട് അരയ്ക്കുക. എനിക്കിപ്പം ചട്നി അരയ്ക്കാനാണ് കേട്ടോ സിമ്പിളായിട്ട് തോന്നുന്നത് ചമ്മന്തി ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും. ചമ്മന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ മോന് എന്താ പറയുക, നല്ല ഇഷ്ടമാണ് കഴിക്കാൻ. ചമ്മന്തി, ദോശ, ചമ്മന്തി ഇഡലിയൊക്കെ കൂട്ടി കഴിക്കാൻ അവന് നല്ല ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി അവന് എന്താ പറയുക, ചട്നി ഇഷ്ടമായി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ചട്നി ആക്കാം. കാരണം ഏട്ടന് ഇഷ്ടം ചട്നി ആട്ടോ, ചമ്മന്തി അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. ഇഷ്ടമായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചമ്മന്തി ഉണ്ടാക്കുന്നത് കാരണം ഏട്ടന് ചമ്മന്തി മടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഇട്ട തുണിയാണ്, തിരുമ്പിയൊക്കെ കഴിഞ്ഞു, പക്ഷേ തോരി ഇടാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും വെയിലുണ്ടായാൽ മതിയായിരുന്നു. അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് ചട്നിയൊക്കെ ചിരകവും പൊതിക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, അരയ്ക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് കടുക് വറുത്തൊഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാൻ കുറച്ച് കടുകും അതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് അങ്ങനെ ഉണക്കമുളകൊന്നും ചേർക്കാറില്ല കേട്ടോ. കാരണം ഉണക്കമുളക് ചേർക്കുമ്പോഴില്ലേ നല്ല എരിവായിട്ട് തോന്നുക, കുഞ്ഞിന് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാധനം ഞാൻ ഒഴിവാക്കിയപ്പം ഇപ്പം മോൻ ചട്നിയൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ദോശമാവൊക്കെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം എടുത്ത് നോക്കുമ്പോൾ ചെറിയൊരു പുളിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാവില്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, എത്ര ദിവസം മുന്നേ അരച്ച് വെച്ചാലും ആ ഒരു ടേസ്റ്റ് വരികയില്ല. അപ്പോൾ ഇന്നെന്താണെന്നറിയില്ല, ചെറിയൊരു പുളി ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനത്തെയൊക്കെ ദോശ കഴിച്ചിട്ട് കുറേ ദിവസമായിട്ട് എനിക്കിങ്ങനെ ഇടയ്ക്കിങ്ങനെ പുളിയൊക്കെ ഉള്ള എന്ന് വെച്ചാൽ ചെറിയൊരു പുളിപ്പൊക്കെ ആയിട്ടുള്ള ദോശ കഴിക്കാനല്ലേ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ദോശ കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഞാൻ ഇവിടെ തെക്കുംപൂര് പോയി കഴിഞ്ഞാൽ അവിടെ മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്നൊരു കടയുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ആട്ടോ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ ദോശയൊക്കെ മേടിച്ചിട്ട് വരിക. ഇന്നലെ ഞാൻ ദോശമാവ് അരച്ച് വെച്ച സമയത്തില്ലേ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ കുറച്ച് കൂടുതൽ മാവൊക്കെ അരച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ തൊട്ട വീട്ടിലത്തെ ഫാമിലിക്കും അവർക്കുള്ള ഒരു നേരത്തേക്കുള്ളത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അധികവും രാത്രിയൊക്കെ ആയിരിക്കും കേട്ടോ ഉണ്ടാക്കി കൊടുക്കുക. രാവിലെ എന്തായാലും എനിക്ക് സമയം കിട്ടില്ല. കാരണം ഏട്ടന് ഓഫീസിൽ പോകണം, മോന് സ്കൂളിൽ പോകണം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ എനിക്ക് എന്തായാലും രാവിലെ എണീക്കാനേ മടിയായിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ മറ്റൊരു ഫാമിലിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റുകയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വൈകിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മോൻ വന്നിട്ട് പുറത്ത് നിന്നിട്ട് അമ്മ അവിടെ എന്താ കെച്ചുവ വന്നിട്ടുണ്ട്. ഞാഞ്ഞൂലിനെ ആട്ടോ അവൻ കെച്ചുവ എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ ഞാഞ്ഞൂലിനെ കെച്ചുവ എന്നാണ് ഹിന്ദിയിൽ പറയുക. അപ്പോൾ അവൻ പറയുമായിരുന്നു, അമ്മ നോക്ക് കെച്ചുവ വന്നിരിക്കുന്നു, ഞാൻ ഇന്നലെ സ്കൂളിൽ പോയപ്പോഴും അത് കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പണ്ട് അവൻ അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം അടുക്കളയിൽ വന്നിട്ട് വേഗമായിട്ട് ദോശ ഉണ്ടാക്കുക കേട്ടോ. 3-5 ദോശ ഉണ്ടാക്കി കഴിഞ്ഞു. ഒരെണ്ണം അതിൻ്റെ ഇടയിൽ കൂടെ കേടുവന്ന് പോയിട്ടുണ്ടായിരുന്നു. കാരണം ധൃതി പെട്ടിട്ട് ഞാൻ തിരിച്ചിട്ടായിരുന്നു, പക്ഷെ അത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ ഓഫീസിൽ പോകുന്ന ആ ഒരു സമയത്തായിരിക്കും കേട്ടോ കറക്റ്റ് പാൽക്കാരൻ വരിക. അപ്പോൾ പാൽക്കാരൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം നമ്മുടെയും പാല് മേടിച്ചു, അതുപോലെ നമ്മുടെ തൊട്ട് വീട്ടിലത്തെ സിസ്റ്ററുടെയും പാല് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ദോശ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ സ്ലിം ആക്കി വെച്ചിട്ടാട്ടോ പാലൊക്കെ മേടിക്കാൻ പോയത്. എനിക്ക് മനസ്സിലാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു അത് കരിഞ്ഞു പോകുമെന്ന്. കാരണം ഒരെണ്ണം കേട് വന്നില്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അടുക്കളയ്ക്ക് വന്ന് നോക്കിയപ്പം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഏട്ടൻ വന്നു, കഴിക്കാനൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ ഏട്ടൻ പോകുമ്പോഴേക്കും എല്ലാം സെറ്റ് ചെയ്ത് ടേബിളിൽ കൊണ്ടുപോയി വെക്കാറുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് അതിനൊന്നും സമയം കിട്ടിയില്ല. ഒന്നാമത് ഞാൻ ലേറ്റ് ആയിട്ടാട്ടോ ഒന്ന് കുക്കിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത്. കാരണം നല്ലപോലെ റെസ്റ്റ് എടുത്ത് പതുക്കെയാണെന്ന് ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തുടങ്ങിയത്. അപ്പോഴൊന്നും ഏട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇന്ന് എന്തായാലും ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ നീ ദോശമാവൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ എന്തിനാണ് ഇത്ര നേരത്തെ എണീച്ച്? ഞാൻ നേരത്തെ എണീക്കുകയൊക്കെ ചെയ്തു, പക്ഷെ മിണ്ടാതിരുന്നു കേട്ടോ. അതാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ എനിക്കും കൂടിയുള്ള ഉണ്ടാക്കുന്നുണ്ട്. മോനെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഭക്ഷണവും കഴിക്കുള്ളൂ. ദോശ, ചട്നി, ചമ്മന്തി, അതുപോലെ സാമ്പാർ എല്ലാം കൂടെ കഴിക്കുന്ന ഒരു വൈബ് വേറെ അല്ലേ. പക്ഷേ എനിക്കങ്ങനെ കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇതെല്ലാം കൂടെ രാവിലെ എണീച്ച് ഉണ്ടാക്കണ്ടേന്ന് ഓർക്കുമ്പോൾ ഭയങ്കര മടിയാട്ടോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കുക പോലെ ചട്നി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ സാമ്പാറുള്ള ദിവസമാണെങ്കിൽ ഞാൻ അങ്ങനെ എല്ലാം കൂടെ ഒന്നും ഉണ്ടാക്കില്ല. മോന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ചമ്മന്തി അരച്ച് വയ്ക്കുക, അങ്ങനെയാട്ടോ ചെയ്യാറ്. ഞാൻ മൂന്നും കൂടെ ഒന്നിച്ച് ചെയ്യാറില്ല, 3 കറിയും കൂടെ ഒന്നിച്ച് ഉണ്ടാക്കാറില്ല. ചട്നിയും അതുപോലെ ചമ്മന്തി ഒന്നിച്ചരിക്കും, അല്ലെങ്കിൽ പിന്നെ സാമ്പാറും അല്ലെ പിന്നെ ചമ്മന്തിയും, അങ്ങനെയാട്ടോ ഞാൻ ഉണ്ടാക്കാറ്. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം
ഞാൻ പിന്നെ ഒരു കിവി എടുത്ത് കഴിക്കുന്നുണ്ട്. ഇവിടെ കിവിക്ക് നല്ല വിലയായിട്ട് 30 രൂപയൊക്കെയാണ്. പക്ഷേ ഡൈജഷൻ്റെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലപോലെ ഫൈബറൊക്കെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാനിപ്പോൾ ദിവസേന ഫ്രൂട്ട്സൊക്കെ നന്നായി കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. ബാക്കി എന്ത് കഴിച്ചാലും ഇല്ലെങ്കിലും ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഞാൻ അധികം വെജിറ്റബിൾസിന് കുക്കുംബറും ക്യാരറ്റും ഒക്കെയാണ് എടുത്ത് കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ നന്നായി കഴിക്കാറുണ്ട് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചു, ഫ്രൂട്ട്സും എല്ലാം കഴിച്ച് ചായ കുടിക്കലും എല്ലാം കഴിഞ്ഞു. പക്ഷേ കുളിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, കുളിക്കാനൊക്കെ പോകുന്നേ ഉള്ളൂ. അത് അത്യാവശ്യം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ കുളിക്കുള്ളൂ കേട്ടോ. പിന്നെ അതാ ഞാൻ കുറച്ച് ഉള്ളിയും തക്കാളി അതുപോലെ ഒരു പച്ചമുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കച്ചമ്പറ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് ബിരിയാണി റൈസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കച്ചമ്പറ ഉണ്ടാക്കുന്നത്. കാര്യമായിട്ട് കറിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നലത്തെ പനീർ കറി കുറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടൊന്ന് ഉച്ചയ്ക്ക് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം വെറുതെ കറി വെച്ച് വെറുതെ ഞാൻ വേസ്റ്റ് ചെയ്ത് കളയുന്നതിനേക്കാളും നല്ല ഉള്ളത് കൊണ്ട് നമുക്ക് ആദ്യം ഉള്ള സാധനങ്ങൾ ആദ്യം കഴിച്ചു തീർക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഇത് അത്യാവശ്യം എല്ലാ വീട്ടിലും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. കാരണം നമ്മൾ വെറുതെ കറിയൊക്കെ വെച്ച് കളയുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനം ആദ്യം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വേറെ കറി വയ്ക്കുന്നതായിരിക്കും നല്ലതെന്നാണ് ഞാൻ ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ ഞാൻ ചോപ്പറിലിട്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു കേട്ടോ മോൻ്റെ വിളി. അമ്മ കിളിക്കുഞ്ഞുങ്ങളൊക്കെ പുറത്ത് വന്നു, വേഗം വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വേഗം പോയി ഒന്ന് നോക്കിയതായിരുന്നു. അപ്പോൾ ഒരാൾ പുറത്ത് ചാടിയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളവരും അപ്പോൾ ഇനിയിപ്പോൾ വഴിയായിട്ട് വരുമായിരിക്കും. ഒരു കിളിക്കുഞ്ഞ് നമ്മുടെ വീടിൻ്റെ ആ ഒരു സിറ്റ് ഔട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുമാത്രമല്ല കുഞ്ഞുങ്ങളാണെങ്കിൽ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അവരതിനെ പിടിക്കുകയോ തൊടുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അമ്മക്കിളി അതിനെ കൂട്ടാക്കിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വേഗം ഓടിപ്പോയി നോക്കി. പിന്നെ അത് മാത്രമല്ല അവിടെ നായ്ക്കളുള്ളതുകൊണ്ട് കിളിക്കുഞ്ഞ് പറന്നു പോകുന്നവരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ടാണ് പിന്നെ അത് പറന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്, ഞാനപ്പോൾ അത് കാണിച്ചു തരാവേ. ഞാൻ പെട്ടെന്ന് ഈ ഒരു സാധനം ഉണ്ടാക്കിയത് കാണിച്ചു തന്നതിന് ശേഷം വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. കാരണം ഞാനിത് ഇങ്ങനെ ചോപ്പറിലിട്ട് അടിച്ചെടുക്കുമ്പോഴില്ലേ ഇങ്ങനെ നന്നായിട്ട് പൊടിയായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഉള്ളിയുള്ള വെള്ളമൊക്കെ ഇങ്ങനെ പുറത്ത് ചാടുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചമ്പറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കച്ചമ്പറ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ തൈരൊക്കെ കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് മേടിച്ചിട്ട് വരാം, എന്നിട്ട് ആ സമയത്ത് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉപ്പ് ചേർക്കുന്നതും അതുപോലെ നാരങ്ങ നീര് ചേർക്കുന്നതൊന്നും ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല. അതൊക്കെ ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന കച്ചമ്പറിന്. നിങ്ങൾ കച്ചമ്പറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നാരങ്ങ നീരൊക്കെ ചേർത്തിട്ടാണോ കച്ചമ്പറ ഉണ്ടാക്കുക ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ അങ്ങനെ ഉണ്ടാക്കാൻ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രിവാൻഡ്രത്തുള്ളൊരു ചേച്ചി പറഞ്ഞു തന്നിട്ടാട്ടോ ഞാൻ അങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയത്. അവൾ പറന്നുപോയി കുറച്ച് നേരം കഴിഞ്ഞത് അടുത്ത ആളും പറന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നേരെ വന്നത് നമ്മുടെ കിച്ചണിലാണ്. എന്താണെന്ന് സ്പെഷ്യൽ നോക്കാൻ വന്നതായിരിക്കും തോന്നുന്നു. എന്തായാലും അബദ്ധത്തിൽ കയറിയതാട്ടോ. അപ്പം ഞാൻ രക്ഷിക്കാൻ വേണ്ടി നോക്കുവാണ്. അവളെ രക്ഷപ്പെടുത്താനും വേണ്ടിയിട്ട് ഞാൻ ജനലൊക്കെ തുറന്നു വെച്ചു കേട്ടോ. പക്ഷെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, അവൾക്ക് പേടിയായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവളെ നമ്മുടെ കുപ്പ കോരി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഞാൻ അവളെ ടച്ച് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് അതിനകത്ത് എടുത്ത് പുറത്താക്കാൻ നോക്കി. പക്ഷെ അപ്പോഴേക്കും അവൾ നമ്മൾ ചോറ് വെക്കാവുന്ന വെള്ളത്തിൽ പോയിരുന്നു കേട്ടോ. ഭാഗ്യം കൊണ്ട് ഞാൻ ആ വെള്ളം ചൂടൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് രക്ഷപ്പെട്ടു. പിള്ളേർക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. ഒരു കുഞ്ഞു കിളിയെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു പിള്ളേരൊക്കെ. അവൾക്ക് ആ പാത്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആ വെള്ളം ഒഴിച്ചു കളഞ്ഞപ്പോൾ അവൾ എന്താ പറയുക തെന്നി താഴേക്ക് വീണു. താഴെ വീണിട്ട് പിന്നെ അവൾ അങ്ങനെ ആ ഒരു മുക്കി പോയിരുന്ന കേട്ടോ. പിന്നെ അവിടെ നിന്ന് അവൾ അനങ്ങിയതേ ഇല്ല. പിന്നെ ഞാൻ അവളെ വേറൊരു സൈഡിലേക്ക് മാറ്റി. കാരണം നായ്ക്കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയായിട്ട് അവളെ എടുത്തുകൊണ്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു സൈഡിലേക്ക് ആക്കി വെച്ചേ. ഇനി 2 കുട്ടികളും കൂടി ഉണ്ട്. അപ്പോൾ അവരും കൂടെ വൈകാതെ കൂടിന് പുറത്ത് ചാടും. കിളിക്കുഞ്ഞ് തണുത്ത് വരച്ചോണ്ടില്ലേ ഒരു മുക്കി പോയിരിക്കുവാണ്. വെയിലും വരേണ്ട വഴിയില്ല. എന്നിട്ട് അവൾ കുറേ നേരം അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അവളെ വിട്ടിട്ട് പോകാൻ തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവളെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴായിരുന്നു കേട്ടോ അവൾ പറഞ്ഞു പോയത്. ആ ഒരു വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വേഗം പോയിട്ട് പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടോ. ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കാര്യമുള്ള കുക്കിംഗ് ഒന്നും ഞാൻ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പിള്ളേരുടെ കൂടെ നിന്നിട്ടും പിന്നെ ഈ കിളിപ്പെണ്ണിൻ്റെ കൂടെ നിന്നിട്ട് തന്നെ എൻ്റെ കുറേ സമയം വേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ വരാനായിട്ടുണ്ടായിരുന്നു. 12 മണിയൊക്കെ ആകുമ്പോൾ ഏട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾക്കൊന്ന് പുറത്തൊക്കെ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ
പുറത്തോട്ട് പോകാനും വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. പോകുന്ന വഴിയൊന്നും എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ തിരിച്ച് വരുമ്പോഴായിരുന്നു ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറേ ലോങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത്രയും നെറ്റ് പോകുന്നല്ലാതെ എനിക്ക് അങ്ങനെ അധികം വാച്ച് ടൈം ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇവിടെ വെച്ച് നിർത്താനേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്നെ സപ്പോർട്ടൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ഫലൂദ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ ഷാർജയും ഷേക്കും കാര്യങ്ങളും ഒന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചിട്ട് നമ്മൾ സമാധാനമായിട്ട് ഇതാ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ബൈ.